അസമിനെ വിഴുങ്ങി മിന്നൽ പ്രളയം. മരണസംഖ്യയാകട്ടെ കുതിച്ചുയരുന്നു. 7 ലക്ഷത്തിലധികം ആളുകളാണ് ഈ ദുരിതക്കയത്തിൽ മുങ്ങിയിരിക്കുന്നത്. അസമിൽ പ്രകൃതി വീണ്ടും ക്രൂരമുഖം കാട്ടുകയാണ്. കനത്ത മഴയും മിന്നൽ പ്രളയവും സംസ്ഥാനത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 68ആയി ഉയർന്നു. 7 ലക്ഷത്തിലധികം ആളുകളാണ് ഇപ്പോൾ പ്രളയക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 14 പേരുടെ ജീവനാണ് നഷ്ടമായത്. ജയ്ദേവ്, ശിവസാഗർ, ജോർഹട്ട് ജില്ലകളിലാണ് സ്ഥിതി ഏറ്റവും രൂക്ഷമായി ഗുരുതരമായി തന്നെ തുടരുന്നത്. ശിവസാഗർ ജില്ലയിൽ മാത്രം 27 മരണങ്ങളും 3 ലക്ഷത്തോളം ദുരിതബാധിതരുമുണ്ട്. സംസ്ഥാനത്തെ 100 കണക്കിന് ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. കൃഷിയിടങ്ങളും റോഡുകളും പാലങ്ങളും നദീതീരങ്ങളും വ്യാപകമായി തകർന്നതോടെ സാധാരണ ജീവിതം പൂർണ്ണമായും താളം തെറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി കരസേനയും വ്യോമസേനയും SDRFും NDRFും ഫയർഫോഴ്സും ഒക്കെ സംയുക്തമായി തന്നെ പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട്. 48,000 ഹെക്ടറിലധികം കൃഷിഭൂമിയാണ് നശിച്ചത്. 88,000-ത്തിലധികം വളർത്തുമൃഗങ്ങളെയും പ്രളയം ബാധിച്ചു. ചിലയിടങ്ങളിൽ വെള്ളമിറങ്ങി തുടങ്ങിയെങ്കിലും നിരവധി പ്രദേശങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലാണ്. അതിനിടെ ഗുജറാത്തിലും കനത്ത മഴ തുടരുന്നുണ്ട്. അവിടെ മരണസംഖ്യ 40ആയി ഉയർന്നിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും മഴക്കെടുതിയിൽ 26 പേർ മരണപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.